friends, welcome back to our channel. ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളി കൊണ്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. ഇതിൽ നമുക്ക് ഒന്നി സവാള ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് നാട്ടിലുള്ള കൊച്ചുള്ളി ഉപയോഗിക്കാം. ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ എന്നനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ കൊച്ചുള്ളി ആണെങ്കിൽ ഇച്ചിരി ബെനിഫിറ്റ് ആയിരിക്കും. ഈ പാക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുപോകാം. ഞാൻ കാണിച്ച സവാള മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഏകദേശം ഈ രൂപത്തിലാണ് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ കിട്ടും. കുറച്ച് വെള്ളമിട്ട് നിങ്ങൾക്ക് അരയ്ക്കേണ്ടി വരും. ചിലപ്പം അരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം അരച്ചു കഴിഞ്ഞ് നമുക്കൊരു ചെറിയ അരിപ്പ കൊണ്ട് അത് അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ പൾപ്പ് വേണ്ട, എക്സ്ട്രാക്ട് മാത്രം മതി. എന്നുവെച്ചാൽ നമ്മളിത് തലയിൽ ഇടുവാണെങ്കിൽ ഇത് കഴുകാൻ നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നേരം നമുക്ക് മുടി ശരിക്കും പൊട്ടും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാരണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ലോണം പ്രസ് ചെയ്ത് ജ്യൂസ് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യുക. ബാക്കി ഈ പൾപ്പ് മാത്രം. ബാക്കി വരുന്ന നിങ്ങൾ വേസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഇതിൽ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റീയൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇങ്ങനൊരു വെള്ളം പോലെ ഓണിയന്റെ ജ്യൂസ് നമുക്ക് കിട്ടും. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഇടുക. ഓയിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിടുമ്പം പെട്ടെന്ന് കയറി അങ്ങ് ഡ്രൈ ആവും. സ്കാൽപ്പ് മുടി അങ്ങ് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആവുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇച്ചിരി ചെറിയ 1-2 ഡ്രോപ്പ് ഇച്ചിരി ഓയിൽ ഇടുക. ഉള്ളി ഈ നമ്മുടെ ഈ ജ്യൂസിനകത്തോട്ട് ഇച്ചിരി ഓയിൽ ഇടുക. എന്നിട്ട് ഇച്ചിരി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ എക്സ്ട്രാക്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കണം. ഒന്ന് കൈ കൊണ്ട് ഡയറക്റ്റ്ലി തേക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് തേക്കാം. ആദ്യം ഞാൻ കാണിച്ചു തന്നെയാണ്. നമ്മളെടുത്ത ഉള്ളിയുടെ ഈ ജ്യൂസ് ഈ തലയിൽ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നല്ലോണം സ്കാൽപ്പിൽ മാത്രം ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്. എന്നിട്ട് ഇത് സ്കാൽപ്പിൽ മാത്രം ബൈ സെക്ഷൻ നല്ലോണം തേച്ച് കൊടുക്കുക. ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയിലുള്ള സൾഫർ അത് നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിന് വേണ്ടി. റൂട്ട്സും നല്ലോണം സ്ട്രോങ് ആവാനും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലതാണ് ഉള്ളി ജ്യൂസ്. അത് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് കാരണമായിരിക്കും നമുക്ക് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ഈ ഇച്ചിനെസ് ഒക്കെ വരുമല്ലോ, അതിനെ നല്ലോണം ഇത് കൺട്രോൾ ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ വല്ല സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഈ ജ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു കോട്ടൺ വെച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഫുൾ മുടിയിൽ എല്ലായിടത്തും നിങ്ങൾ തിരിച്ചിട്ട് ഇച്ചിരി ട്രിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഇച്ചിരി വീട്ടിൽ ഇടുന്ന ഉടുപ്പിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചോണിയൻ അല്ലേ, ഇതൊരു സ്മെല്ലൊക്കെ വരും. ബാക്കി ഫുള്ള് തലയിൽ നല്ലോണം തിരിച്ചു പിടിക്കും. ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആന്റി ഓക്സിഡൻസ് ഉള്ള കാരണം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. പ്രീമെച്യൂർ നമുക്ക് നരയൊക്കെ വരുമല്ലോ, പ്രായത്തിന് മുമ്പേ വരുന്ന നര, അതിലൊക്കെ നല്ലതാണത്. ബെസ്റ്റ് എന്ന് വെച്ചാൽ സ്കാൽപ്പ് ഇൻഫെക്ഷൻ. നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന്, എന്തെങ്കിലും ചൊറിച്ചിലിങ്ങനെ വന്നു കൂടി എപ്പോഴും അവിടെ ഇങ്ങനെ
പൊട്ടി പൊട്ടി ഇങ്ങനെ ഫ്ലേക്സ് വരുമല്ലോ, അതിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അതൊക്കെയാണ് ഹെയറിന് നമ്മുടെ ശരിക്കും മുടി കൊഴിയുന്നതിന്റെ വൺ മെയിൻ റീസൺ. ഡാൻഡ്രഫും അത് കാരണമാണ് മാറാതിരിക്കുന്നത്. അതൊക്കെ ബെസ്റ്റ് ആണ്. സോ വൺസ് ഇത് നല്ലോണം തേച്ച് കഴിഞ്ഞ് നല്ലോണം കംപ്ലീറ്റ്ലി ഇത് തേച്ച് കഴിഞ്ഞ് ഹെയറിന്റെ ലെങ്ത്തിൽ ഇത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചത് ഹെയർ ലെങ്ത് ചെയ്തിട്ട് കാര്യമായിട്ടുള്ള പ്രയോജനമുണ്ട്. മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പാണ് ഒരു ചെറിയ ബണ്ണ് സ്റ്റൈലില് മുടിയാക്കി വെക്കുക. വെച്ചാൽ മതി. എന്നിട്ടൊരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് ഇത് വെച്ചാൽ മതി ഇതിനെ പെട്ടി കിട്ടാൻ. പിന്നെ നമുക്ക് നോർമലി ഷാമ്പൂ ഇട്ട് നല്ലോണം കഴുകണം. എൻ്റെ ഇങ്ങനെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.